സന്തോഷ വാർത്തയിലേക്കാണ്. റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന വാർത്തയാണ്. റിപ്പോർട്ടർ ഇമ്പാക്ട്. ഇടുക്കി അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തബാധിതരുടെ സമരം ഇതാ വിജയം കണ്ടിരിക്കുന്നു. കുടിശ്ശികയായിരുന്ന 4 മാസത്തെ വീട്ടുവാടക ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. ഇന്നും നാളെയുമായി അടിമാലി പഞ്ചായത്ത് സെക്രട്ടറി ഓരോരുത്തർക്കും വാടക നൽകും. കരാർ കമ്പനി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇപ്പോൾ പണം കൈമാറിയിരിക്കുന്നു. 2ാം ക്ലാസ്സുകാരി ഫൈഹ ഉൾപ്പെടെ കുടിൽ കെട്ടി നടത്തിയ സമരം റിപ്പോർട്ടർ വാർത്തയാക്കിയതിന് പിന്നാലെയാണ് നടപടി. രാഹുൽ സുരേഷാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി രാഹുൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫൈഹയുടെ ആ വേദന, അവളുടെ വാക്കുകളൊക്കെ കേൾക്കുകയായിരുന്നു. ഇപ്പോഴിതാ വലിയ ആശ്വാസം നൽകുന്ന വിവരമാണ് പുറത്തു വരുന്നത്. വിനീത, അടിമാലിയിലെ ദുരന്ത ബാധിതരുടെ ദുരിതം നമ്മൾ നിരന്തരം വാർത്ത ആയി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ 4 മാസത്തെ വാടക കുടിശ്ശിക ലഭിക്കാത്തതായിരുന്നു വലിയ ആശങ്കയായി മാറിയിരുന്നത്. തുടർന്ന് അടിമാലിയിലുള്ള EKK കരാർ കമ്പനിയുടെ മുൻപിൽ അവർ കുടിൽ കെട്ടി സമരം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അധികൃതർ ആദ്യം കൈമലർത്തിയപ്പോൾ നമ്മൾ കണ്ണു തുറന്നുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുകയും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ആ തീരുമാനം കൈക്കൊണ്ടത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അടിമാലി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ആ തുക അനുവദിച്ചിരിക്കുകയാണ്. 7 ലക്ഷം രൂപയാണ് അടിമാലി പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നും നാളെയുമായി ഈ 15 ആളുകളുടെയും വെരിഫിക്കേഷൻ നടക്കും. ഈ വീട്ടുവാടകയുമായി ബന്ധപ്പെട്ട കരാറൊക്കെ പരിശോധിച്ച ശേഷം ഇന്നും നാളെയുമായി ഈ 15 പേർക്കും വാടക കുടിശ്ശിക നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നും നാളെയുമായി ഓരോരുത്തർക്കും 8,000 മുതൽ 15,000 രൂപ വരെയാണ് ഓരോ മാസവും വാടക ഉണ്ടായിരുന്നത്. അത് 4 മാസത്തെ ചേരുമ്പോൾ ഏതാണ്ട് 50,000 രൂപയ്ക്ക് മുകളിലുണ്ട്. ആ പണം കൃത്യമായി ഇന്നും നാളെയുമായി അവർക്ക് ലഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ്. പലരും ആ സന്തോഷം നമ്മളെ വിളിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് നമ്മൾ. അതുകൂടാതെ ഫൈഹമോളും ആ സമരത്തിന് മുന്നിൽ നിന്ന് നയിച്ചിരുന്ന ഫൈഹയും സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. വിനീത, ശരി, തീർച്ചയായും രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഫൈഹയുടെ സംസാരമൊക്കെ എന്ത് രസമായിരുന്നു. അവർക്കിനി സ്കൂളിൽ പോകാം. കുടിൽ കെട്ടി സമരം നടത്തുമ്പോൾ ക്ലാസ്സിൽ പോയിരുന്നില്ല. ഏതായാലും ആശ്വാസകരമായ വിവരം തന്നെയാണ് രാഹുൽ പങ്കുവെച്ചത്.